6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സെയ്ഫ് അലി ഖാനെ കുത്തിയ ആൾ പിടിയിൽ. ആകാശ് കനോജിയയെ പിടിച്ചത് ഛത്തീസ്ഗഡിൽ തീവണ്ടിയിൽ നിന്ന്. മറ്റൊരാൾ കൂടി മധ്യപ്രദേശിൽ അറസ്റ്റിലായെന്നും റിപ്പോർട്ട്. താരത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. സ്നേഹത്തെ കൊന്നതിന്റെ ശിക്ഷ എന്ത്? ഷാരോൺ കേസിൽ വിധി മറ്റന്നാൾ. ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷാ ഇളവിന് പ്രതിഭാഗം. പ്രതിക്ക് ചെകുത്താന്റെ സ്വഭാവമെന്ന് പ്രോസിക്യൂഷൻ. മാധ്യമ വാർത്തകൾ നോക്കി വിധി പറയാനാകില്ലെന്ന് ജഡ്ജി. മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊന്നവർക്ക് അഴിയെണ്ണാം. കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം. 2 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. വിധി 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരൻ. സഞ്ജയ് റായിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ജീവപര്യന്തമോ വധശിക്ഷയോ നൽകുമെന്ന് വാക്കാൽ പരാമർശിച്ച ജഡ്ജി. വയനാട്ടിലെ DCC ട്രഷററുടെ ആത്മഹത്യയിൽ കോൺഗ്രസിന് ആശ്വാസം. IC ബാലകൃഷ്ണൻ അടക്കം 3 പേർക്ക് മുൻകൂർ ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് വ്യവസ്ഥ. വിമർശനങ്ങൾക്കിടെ ബ്രൂവറിക്ക് പ്രാഥമിക അനുമതി. മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ജലചൂഷണം ഒഴിവാക്കുമെന്ന് ഉത്തരവിൽ പരാമർശം. കള്ളക്കമ്പനിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യ ടീമായി രോഹിത് ശർമ്മ നയിക്കും. വൈസ് ക്യാപ്റ്റന്റെ കുപ്പായത്തിൽ ശുഭ്മാൻ ഗിൽ. ഇടം കിട്ടാതെ സഞ്ജു സാംസൺ. വാർത്തയിലേക്ക് വിശദമായി. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. ജ്ഞാനേശ്വരി എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച് ആകാശ് എന്ന പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഛത്തീസ്ഗഡിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. മധ്യപ്രദേശിൽ നിന്ന് മറ്റൊരാളെ കൂടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, പ്രതിയെ പിടികൂടാനാകാത്തത് പോലീസിനെ കുഴച്ചിരുന്നു. ഇപ്പോൾ 2 പ്രതികൾ പിടിയിലായിരിക്കുന്നു, മുഖ്യപ്രതി ഉൾപ്പെടെ എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? രേണുക, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തി എന്ന് വിശ്വസിക്കുന്ന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നു. സസ്പെക്ട് 31 വയസ്സുള്ള ആകാശ് കൈലാഷ് കനോജിയ ആണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇയാളെ ദർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് യാത്രക്കാരിൽ നിന്ന് ലഭിച്ച സൂചന പരിശോധിച്ചാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇയാളെ അന്വേഷിച്ച് എത്തുകയും ചെയ്തത്. മുംബൈ ഹൗറ ജ്ഞാനേശ്വരി എക്സ്പ്രസ് തീവണ്ടിയിൽ വെച്ചാണ് സംഭവം. അവിടെ നിന്ന് മുംബൈ പോലീസും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാളെ പെട്ടെന്ന് തന്നെ മുംബൈയിലേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. 2 മണിക്ക് ദർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ തുടർന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇയാൾ ഇരുന്നത്. പിന്നീടാണ് അപ്പോഴാണ് ആളുകൾക്ക് ഇയാളെ പറ്റിയുള്ള സംശയം വരികയും ഇയാളെ പറ്റിയുള്ള വിവരം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മാത്രവുമല്ല, ഈ ഘട്ടത്തിൽ തന്നെ മുംബൈ പോലീസ് ഈ പ്രതിയുടെ ഫോട്ടോയും മറ്റ് ചിത്രങ്ങളും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതുകൂടാതെ മറ്റ് പല റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് മുംബൈ പോലീസ് ഈ സംശയിക്കുന്ന ആളുടെ ഫോട്ടോയും അതുപോലെ മറ്റു വിവരങ്ങളുമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് RPFന് ഈ പെട്ടെന്ന് തന്നെ നീങ്ങാനും പ്രതിയാണ് എന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിൽ എടുക്കാനും കഴിഞ്ഞത്. അതിനുശേഷം മുംബൈ പോലീസ് വീഡിയോ കോൾ വഴി ഇയാളുമായി സംസാരിച്ചു. വീഡിയോ കോളിൽ നിന്ന് ഇയാൾ ഇതുമായി ബന്ധമുണ്ട് എന്ന പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള ഒരു സംഘം ദർഗിലേക്ക്
തിരിച്ചിരിക്കുന്നു. ഇയാൾക്ക് മറ്റ് സംഭവങ്ങളുമായി ബന്ധമുണ്ടോ അതോ ഈ സംഭവത്തിൽ ഇയാളുടെ പങ്കെന്ന് കൃത്യമായി മനസ്സിലാക്കാനായി മുംബൈ പോലീസിന്റെ സംഘം ദർഗിലേക്ക് തിരിച്ചിരിക്കുന്നു. അവർ 8 മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും വ്യക്തമായ ചോദ്യം ചെയ്യലുകൾക്കും സൂചനകൾ ലഭിച്ചതിന് ശേഷം മാത്രം സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു. ഇയാളിൽ നിന്ന് മനു, നമുക്ക് CCTV ദൃശ്യങ്ങൾ ഈ മോഷണ ശ്രമം എന്ന് ആദ്യം കരുതി പിന്നീട് ആക്രമണം എന്ന് കരുതുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചിരുന്നു. അതിലൊക്കെ ഒരു പ്രതിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നു എന്നറിയുന്നു. രണ്ടാമന്, മുഖ്യപ്രതിയെ കൂടാതെ കസ്റ്റഡിയിലായിരിക്കുന്ന രണ്ടാമന് ഈ കേസുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? ഇത് പോലീസിന് പലതരം സൂചനകളാണ് ലഭിക്കുന്നത്. ഇവിടെ സൈഫ് അലി ഖാന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ്റെ പരിചയത്തിലാണ് പ്രതി അവിടേക്ക് വരുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏതായാലും ഒരാളെ മധ്യപ്രദേശിൽ നിന്ന് കൂടി പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ കേസിൽ ഈ പ്രതി ഒറ്റയ്ക്കല്ല, ഇയാൾക്ക് പിന്തുണ നൽകിയതിന് വേറെ ആളുകൾക്ക് പങ്കുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആകാശാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് പോലീസിന് വ്യക്തമാക്കുന്നത്. ആകാശ് കൈലോഷ് കനോജിയ ആണ് ഈ കുറ്റകൃത്യം ചെയ്തത്. പക്ഷേ ഇയാളെ സഹായിക്കുകയും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത എന്ന് കരുതുന്ന മറ്റൊരാളെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ഏതായാലും അത് കുറെ കൂടി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അത് വ്യക്തമാക്കാം എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ എങ്ങനെ ഈ കെട്ടിടത്തിന് അകത്തേക്ക് കടന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചോദ്യം. അവർ ഈ സ്റ്റെയർസ് അല്ലെങ്കിൽ ഈ ഗോവണി വഴി എങ്ങനെ മുകളിലെത്തി, അതോടൊപ്പം അവരുടെ CCTV ദൃശ്യങ്ങൾ എത്രമാത്രം ഇതിൻ്റെ വിവരങ്ങൾക്ക് യോജിച്ചു നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. മാത്രമല്ല ഈ CCTVയിൽ ഒരു റെഡ് സ്കാർഫ് ഇട്ടൊരു ദൃശ്യം കിട്ടിയിട്ടുണ്ട്, ഒരു ബാക്ക് പാക്കുള്ളൊരു ദൃശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇയാൾക്കായുള്ള അന്വേഷണം നടത്തിയത്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വിപുലമായ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ശരി, എന്തായാലും 2 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനാകാത്തത് പോലീസിനെ കുഴച്ചിരുന്നു. ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നു. ഇനി എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ പോലീസ് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പാറശാല ഷാരോൺ വധക്കേസിൽ കോടതിയിൽ അന്തിമവാദം പൂർത്തിയായി. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കോടതിയിൽ ഗ്രീഷ്മ കത്ത് നൽകി. പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമാണ് കത്തിൽ പറയുന്നത്. അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെടുന്നു. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ 10:30 ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. 11:16 കേസ് പരിഗണിച്ചു. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മയും അമ്മാവനും. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കാപ്പിക്കെന്ന കളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകൾ ഇല്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ. അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജ് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈലിൽ പകർത്തി. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോണിനെന്നും പ്രതിഭാഗം. ഒഴിഞ്ഞു പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യുവാവ് വഴങ്ങിയില്ല. ഒടുവിൽ ആത്മഹത്യ മാത്രം പോംവഴിയെന്ന സ്ഥിതിയിലേക്ക് പെൺകുട്ടിയെത്തി. ഇതോടെയാണ് കുറ്റകൃത്യത്തിന് നിർബന്ധിതമായത്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ജഡ്ജിക്ക് മുമ്പാകെ മൊഴി നൽകി.
മാധ്യമവാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കി കേസിൽ വിധി പറയാനാകില്ലെന്നായിരുന്നു നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ പ്രതികരണം. കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കാനിരിക്കെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. ശിക്ഷ കുറയ്ക്കാനുള്ള ശ്രമം പ്രതിഭാഗം കോടതിയിൽ നടത്തിയെങ്കിലും പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്ന ഷാരോണിന്റെ കുടുംബവും പ്രതീക്ഷിക്കുന്നു. പ്രതി കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗം നടത്തിയത്. കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നെ അതിന്റെ സാഹചര്യം ബോധിപ്പിക്കാനായിരുന്നു ശ്രമം. ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള വാദങ്ങളും ഉന്നയിച്ചു. പ്രതിയുടെ പ്രായവും ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പ്രതിയുടെ ദൃശ്യങ്ങൾ ദുരുപയോഗിക്കുമോ എന്ന ഭയവും ആത്മഹത്യ മാത്രം ബാക്കിയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുമൊക്കെ ഉയർത്തിയതോടെ ശിക്ഷ പരമാവധി കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചുവരുത്തി കൊല ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രണയമെന്ന പരിശുദ്ധ സങ്കല്പത്തെ തന്നെ കൊല ചെയ്ത കേസിൽ സമൂഹത്തിന് സന്ദേശമാകും വിധിയെന്നാണ് പ്രതീക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പറഞ്ഞു. പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തിയെന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പ്രതി ഉയർത്തിയ ആത്മഹത്യാവാദം അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളി. ഷാരോണിന്റെ ചികിത്സാ ഘട്ടത്തിൽ പോലും സഹകരിക്കാതിരുന്ന പ്രതി മരണം ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഷാരോണിന്റെ കുടുംബം പങ്കുവച്ചത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പരമാവധി ശിക്ഷ, അതായത് മാക്സിമം കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ്. കരിമ്പുഴ സ്വദേശിനി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് ചെറുമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ 2 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2016 ജൂൺ 24 രാവിലെയാണ് മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശി നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനു സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു. എഴുതാൻ അറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്ന് ഉറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണമുറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്. ഒരു ബന്ധുവിന്റെ ആഭരണം നഷ്ടമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് നബീസ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നബീസയുടെ മരണത്തോടെ തന്റെ ചീത്തപ്പേരുകൾ മാറുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം. അങ്ങനെ 2016 ജൂൺ 21 മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ 22 ബഷീർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ്. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ. ബലാത്സംഗവും കൊലപാതകവും തെളിഞ്ഞതായി സിയാൽദ കോടതി വിധിച്ചു. വധശിക്ഷയോ ചുരുങ്ങിയത് 25 വർഷം തടവോ ലഭിച്ചേക്കാമെന്ന പരാമർശവും കോടതി നടത്തി. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും.
രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കുടുംബം അർപ്പിച്ച വിശ്വാസത്തെ കോടതി മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിനോട് വികാരാധീനനായി പറഞ്ഞു. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരുന്നത്. കോടതിക്ക് പുറത്ത് സംഘടിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൂട്ടക്കൊലക്കേസ് പ്രതി ഋതുവിനെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസ് തീരുമാനം. തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ SP പറഞ്ഞു. 17-അംഗ അന്വേഷണ സംഘത്തിൽ 3 DYSPമാരുണ്ട്. കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഋതു ജയന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 DYSPമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയന്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരുമുണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം. സ്ഥിരം ക്രിമിനലും 5 കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം. നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതിപട്ടികയിൽ ആരെല്ലാമെന്ന് പിന്നീട് നിശ്ചയിക്കും. ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ 19-കാരിയായ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഷഹാനയുടെ ബന്ധുക്കൾ ഭർത്താവിനും ഭർതൃവീട്ടുകാർക്കുമെതിരെ രംഗത്തു വന്നു. തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതിയും നൽകി. ആരോപണ വിധേയനായ ഷഹാനയുടെ ഭർത്താവ് വാഹിദ് വിദേശത്താണ്. ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയത്. നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മരിച്ച ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർതൃവീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. വിവാഹബന്ധം വേർപെടുത്താൻ സമ്മർദ്ദമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിലായിരുന്നു ഷഹാന മുംതാസിന്റെ വിവാഹം. ന്യൂസ് 18 മലപ്പുറം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്ക് കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിവാദത്തെ രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള നീക്കമാണുണ്ടായതെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആക്ഷേപത്തിൽ വസ്തുതയില്ലെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു.
അല്ല, ആദ്യമായി ഞാൻ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയോട് നന്ദി പറയുകയാണ്. മാത്രമല്ല, ഞാൻ അന്നും പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന്. ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണെന്ന് ഞാനന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്നും അതേ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കോടതി ജാമ്യം തന്നു. ഇനി കോടതിയുടെ കണ്ടീഷൻ വ്യവസ്ഥ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് തീരുമാനിച്ച് ഹാജരാകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിലൊന്നും ഒരു വസ്തുതയില്ല. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പ്രതിപക്ഷം അഴിമതി ആരോപണം ശക്തമാക്കുന്നതിനിടെ കഞ്ചിക്കോട് ബ്രൂവറിക്ക് സർക്കാരിന്റെ പ്രാഥമിക അനുമതി. 600 കോടി മുതൽ മുടക്കുള്ള പദ്ധതി 4 ഘട്ടങ്ങളായി നടപ്പാക്കും. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പരിഗണിച്ചാണ് ഒയാസിസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതി നൽകിയത്. മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത്. 16-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ 1-ാം ഘട്ടത്തിൽ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുന്നു. 2-ാം ഘട്ടത്തിൽ എഥനോൾ നിർമ്മാണ യൂണിറ്റും 3-ാം ഘട്ടത്തിൽ മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റും നിർമ്മിക്കും. 4-ാം ഘട്ടത്തിലാകും ബ്രൂവറി. പദ്ധതിക്ക് ആവശ്യമായ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നും ഉത്തരവിലുണ്ട്. പദ്ധതി ജലചൂഷണത്തിന് വഴിവെക്കുമെന്ന വിമർശനങ്ങൾക്കിടെ മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ജലചൂഷണം ഒഴിവാക്കാമെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. സ്ഥാപനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ അടക്കമുള്ളതിനാൽ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. 20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒയാസിസ് കമ്പനി സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഉത്തരവിലുണ്ട്. അതേസമയം പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. ഒയാസിസ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, IMFL ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി പ്ലാന്റ്, അതുപോലെ വൈൻ പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, സ്പിരിറ്റ് പ്ലാന്റ്, ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മറവിൽ. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ബ്രൂവറിക്ക് അനുമതി നൽകിയത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വിമർശിച്ച് സർക്കാരിനെതിരെ KCBCയും രംഗത്ത് വന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ പ്രതിപക്ഷം അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. താൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ബ്രൂവറികൾ അനുവദിക്കുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനം LDF കൈക്കൊണ്ടിരുന്നു. കോവിഡ് കാലമായതിനാലാണ് അന്ന് വിവാദം ഒഴിവാക്കാനായി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. മെക്സെവനെതിരെ പരോക്ഷ വിമർശനവുമായി AP വിഭാഗം മുഷാവറ. മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. പുരുഷന്മാർക്കിടയിൽ ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും അനുവദിക്കാനാകില്ലെന്നും AP വിഭാഗം അഭിപ്രായപ്പെട്ടു. മെക്സവൻ വ്യായാമ കൂട്ടായ്മയെ പേരെടുത്തു പറയാതെയായിരുന്നു കാന്തപുരം AP വിഭാഗത്തിന്റെ വിമർശനം. മതമാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമ മുറകൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ മുഷാവറ വാർത്താക്കുറിപ്പിലൂടെ നൽകിയത്. മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അനുവദിക്കാനാകില്ല. സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസ ആചാരങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണം. മതനിയമങ്ങൾക്ക് വിധേയമായ വ്യായാമം വിരോധിക്കപ്പെട്ടതല്ലെന്നും മുഷാവറ യോഗം അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഇത് ആദ്യമായല്ല AP വിഭാഗം മെക്സവൻ വിമർശനവുമായി രംഗത്തുവരുന്നത്.
AP വിഭാഗത്തിന്റെ യുവജന സംഘടനാ നേതാക്കൾ മുൻപും മെക്സവനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് CPM മെക്സവനെതിരെ രംഗത്ത് വന്നതും പിന്നീട് വലിയ വിവാദമായതും. CPM ഒടുവിൽ അഭിപ്രായം പിൻവലിക്കുകയും ചെയ്തിരുന്നു. വിവാദങ്ങളെല്ലാം തണുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കാന്തപുരം AP വിഭാഗം മുഷാവറ ചേർന്ന് മെക്സവനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിലെ RSS CPM സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥനായെന്നും തന്റെ ആത്മീയ ശക്തി കൊണ്ടാണ് ഇരുവിഭാഗം നേതാക്കളും ഇത് അംഗീകരിച്ചതെന്നും ശ്രീ എം പറഞ്ഞു. ഇപ്പോഴും CPM RSS നേതാക്കളുമായി നല്ല ബന്ധമാണ്. കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ന്യൂസ് 18 പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനോടായിരുന്നു ശ്രീ എമ്മിന്റെ പ്രതികരണം. RSS CPM സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയെന്ന വാർത്ത ആദ്യമായാണ് ശ്രീ എം തന്നെ സ്ഥിരീകരിക്കുന്നത്. P. ജയരാജൻ അടക്കമുള്ള നേതാക്കളുടെ സഹകരണം വലുതായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധമെന്നും ശ്രീ എം പറഞ്ഞു. ലെഫ്റ്റും റൈറ്റും കോപ്പറേറ്റ് ചെയ്യാതെ നടക്കില്ല. ഞാൻ അതിനൊരു സെൻട്രൽ ഫിഗറായിട്ട് ഇന്ന് ചെയ്തു. കാരണം അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. അത് എൻ്റെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ നടക്കാനുള്ള ചാൻസേ ഇല്ല. സനാതന ധർമ്മത്തെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനോടുള്ള ശ്രീ എമ്മിന്റെ പ്രതികരണം അറിവില്ലായ്മ എന്നായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം. ഒന്ന് ശരിയായിട്ട് ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അതിനൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് കേട്ടോ. ഈ പോളിറ്റിക്സും റിലിജനും സ്പിരിച്വാലിറ്റിയും ചേരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ നേരെ ഇതിൻ്റെ എതിരാണെങ്കിൽ ഞാൻ ഇത് കൊള്ളൂല്ലെന്ന് പറയും. ഇതിന് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. അതിൽ നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കൂല. തന്റെ കീഴിൽ യോഗ പഠിച്ച CPM കേഡർമാർ ധ്യാനത്തിന്റെ ആത്മീയ വഴിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീ എം. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കേഡേഴ്സിനെല്ലാം യോഗ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ പിന്നെ അതിനൊന്നും പിന്നെ ധ്യാനമൊക്കെ പിന്നെ അവർ പതുക്കെ പഠിച്ചോളും. അത് യോഗാസനം ചെയ്യട്ടെ. ഇപ്പൊ 2000-3000 കേഡേഴ്സൊക്കെ ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്. യോഗയെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നതിനെ എതിർക്കുകയും മാനസിക ശാരീരിക വ്യായാമ മുറിയായി കാണുകയും ചെയ്യുന്നതാണ് CPM നയം. ഈ നയത്തെ തന്നെ വെട്ടിലാക്കുന്നതാണ് CPM കേഡർമാരെ യോഗ പഠിപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന ശ്രീ എമ്മിന്റെ നിലപാട്. പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് 18. വിൽപത്ര തർക്കത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിൽ ഒപ്പിട്ടത് R. ബാലകൃഷ്ണപിള്ള തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ബാലകൃഷ്ണപിള്ളയുടേത് വ്യാജ ഒപ്പാണെന്നായിരുന്നു ഗണേഷിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ ആരോപണം. ഇതിൽ കൊട്ടാരക്കര മുൻസിഫ് കോടതിയിൽ കേസ് നടന്നുവരികയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മുംബൈ മാരത്തണിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന് മുഖ്യമന്ത്രി ജേഴ്സിയും ഫ്ളാഗും കൈമാറി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ് ഡോക്ടർ KM എബ്രഹാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇരയായവർക്ക് ഐക്യദാർഢ്യവുമായാണ് മാരത്തണിൽ പങ്കെടുക്കുന്നത്. 42 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് മുംബൈ മാരത്തൺ. നാളെയാണ് മാരത്തൺ നടക്കുക. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽന ചേരും.